ഹോസ്റ്റലിൽ ബോയ്സ് രാത്രി 12 മണിക്ക് ശേഷം കയറുന്നു. സെക്യൂരിറ്റി ഉറങ്ങിപ്പോയത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. ബോയ്സ് ഗേൾസ് ഹോസ്റ്റലിൽ കയറി കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ അവിടെ സേഫ് അല്ലല്ലോ. കുട്ടികൾക്ക് മെന്റലി വളരെ ഇതായിപ്പോയി. അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞങ്ങൾ മരിച്ചു പോകും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഡ്രഗ്സും ഒക്കെ ഉപയോഗിച്ചിട്ട് ഞങ്ങളെ ഹോസ്റ്റലിൽ കയറി. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുക? രാത്രി 12 മണിക്ക് ഈ സാറുമാർ വെള്ളം അടിച്ച് വന്നിട്ട് അങ്ങനെ തെറിയൊക്കെ പറയും. +1 വിദ്യാഭ്യാസത്തിനൊപ്പം ഡിഫൻസ് ട്രെയിനിങ് കൂടി നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത സ്ഥാപനം വിദ്യാർത്ഥികളെ വഞ്ചിച്ചതായും മാനസികമായി പീഡിപ്പിക്കുന്നതായും പരാതി. പത്തനംതിട്ട ഇലവന്തിട്ടയിൽ പ്രവർത്തിക്കുന്ന AFPT എന്ന സ്ഥാപനത്തിനെതിരെയാണ് ഇത്തരത്തിലൊരു പരാതി ഉയർന്നിരിക്കുന്നത്. ഇവിടെ വിദ്യാർത്ഥികളെ ചേർത്തിട്ടുള്ള മാതാപിതാക്കൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് സംഘടിച്ച് എത്തിയിരിക്കുകയാണ്. ഈ എത്തിയ മാതാപിതാക്കളെ സ്ഥാപനത്തിനകത്തേക്ക് പോലും കയറ്റിവിടാൻ ഇവിടുത്തെ സെക്യൂരിറ്റികൾ അല്ലെങ്കിൽ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഈ സ്ഥാപനത്തിന് മുൻപിൽ നടക്കുന്നത്. യൂട്യൂബിലൊക്കെ ഇതിനെപ്പറ്റി പരസ്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് അഡ്മിഷൻ എടുത്താണ്. +1 കൂടെ ഡിഫൻസിൻ്റെ കോച്ചിങ്ങും കൂടെ കൊടുക്കും, ഫിസിക്കലും ക്ലാസ്സും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം വിളിച്ചപ്പോൾ പറയുന്നത് ഹോസ്റ്റലിൽ ബോയ്സ് രാത്രി 12 മണിക്ക് ശേഷം കയറുന്നു. ഫുഡ് കംപ്ലൈൻറ്റ്, ഫുഡിൻ്റെ ഒക്കെ നമ്മൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ രാത്രി 12 മണിക്ക് ശേഷം ബോയ്സ് കയറുക എന്നൊക്കെ പറയുന്നത് കുട്ടികളുടെ സേഫ്റ്റീനെ ബാധിക്കുന്ന കാര്യമല്ലേ. അപ്പം നമ്മൾ പിറ്റേ ദിവസം അന്ന് തന്നെ അവിടെ നിന്ന് പുറപ്പെട്ട് ഇവിടെ വന്ന് ടീച്ചറോട് ചോദിച്ചു, പ്രിൻസിപ്പളിനോട്. അപ്പോൾ ആദ്യം അവർ പറഞ്ഞു സെക്യൂരിറ്റി ഉറങ്ങിപ്പോയത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സെക്യൂരിറ്റി ഉറങ്ങിപ്പോയാൽ കുട്ടികൾക്ക് എന്താ ഒരു സുരക്ഷയുള്ളതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ കുഴപ്പമില്ല, നമ്മുടെ ഡിഫൻസിലെ ബോയ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആയാലും എവിടെയായാലും ബോയ്സ് ഗേൾസ് ഹോസ്റ്റലിൽ കയറി കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ അവിടെ സേഫ് അല്ലല്ലോ. നമ്മൾ അന്ന് തന്നെ ഇവരെ തിരിച്ചു കൂട്ടി. അപ്പോൾ ഇവരോട് പൈസ റീഫണ്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അവരാദ്യം തരില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് പ്രശ്നങ്ങളാക്കിയപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഇപ്പോൾ 10-11 ദിവസമായി. അപ്പോൾ അത് കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് എല്ലാവരും കുറച്ച് 10-15 രക്ഷിതാക്കളുണ്ട്. എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് വരുന്നത്. കോഴിക്കോട് ജില്ല പത്തനംതിട്ട ഇലവന്തിട്ട +1 ചേർത്താണ്. അതെ, പരസ്യങ്ങളൊക്കെ കണ്ട് വിശ്വസിച്ച് ചേർത്താണ്. പരസ്യങ്ങൾ അത്രയും നല്ല പരസ്യങ്ങളാണ് ഇവരെ, അത് കണ്ട് വിശ്വസിച്ച് വന്നതാണ്. പക്ഷേ നമ്മളാണെങ്കിൽ ഈ ഏകജാലകം വഴി അപേക്ഷ കൊടുത്തില്ല. നമ്മളിവിടെ അത്രയും വിശ്വസിച്ച് പോയി. അതുകൊണ്ട് അങ്ങനെ ഒരു അപേക്ഷ കൊടുക്കാത്തതുകൊണ്ട് കുട്ടീൻ്റെ ഈ വർഷത്തെ പഠിപ്പിനെ അത് ബാധിച്ചിരിക്കുകയാണ്. അതായത് ഇനിയിപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷൻ എടുക്കണം. അത് നമ്മൾ അടുത്തുള്ള സ്കൂളുകളിൽ ചോദിച്ചപ്പോൾ സയൻസിന് അവർ 25 രൂപയാണ് ചോദിക്കുന്നത്. ഈ പൈസ കിട്ടിയാലേ എനിക്കിവിടെ ഇപ്പോൾ അഡ്മിഷൻ എടുക്കാൻ പറ്റൂ. അങ്ങനെ ഒരു സാഹചര്യമാണ്. സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് വന്നത്. പക്ഷേ ഇപ്പോഴും അവർ പറയുന്നത് 1 വീക്ക് കഴിഞ്ഞിട്ട് സെറ്റിൽ ചെയ്യാന്നുള്ള രീതിയിലാണ്. പക്ഷേ നമുക്കവിടെ അപ്പോൾ എത്രയാണ് ഫീസ് അടച്ചേക്കുന്നത്? 35,000. അതായത് 3 മാസത്തെ ഫീ 15ഉം അഡ്മിഷൻ ഫീസ് 12,000, ഒരു മാസത്തേക്കുള്ള ഹോസ്റ്റൽ ഫീസ് 8,500. അങ്ങനെ 35,500 അടച്ചിട്ടുണ്ട്. അത് കിട്ടിയിരുന്നെങ്കിൽ ഇവർക്ക് ഈ വർഷത്തെ അഡ്മിഷൻ ഓക്കെ ആയിരുന്നു. അല്ലാത്തതുകൊണ്ട് ഇനിയിപ്പം 25 രൂപ വേറെ കൊടുത്തിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയൂല. ആ ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. ഒരു വർഷം പോവും. ഇനിയിപ്പോൾ കുട്ടിയുടെ ഭാവി എന്താവും എന്നുള്ളതാണ് പേടി. എൻ്റെതും സെയിം കണ്ടീഷൻ തന്നെയാണ്. ഞാനും ഇങ്ങനെ നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇവർക്ക് ഈ ആർമിയിൽ ചേരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകല്ലോ എന്ന് ഓർത്തിട്ട് ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. ഈ കുട്ടികൾക്ക് മെൻ്റലി വളരെ ഇതായിപ്പോയി. അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞങ്ങൾ മരിച്ചു പോകും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്ന് അന്വേഷിച്ചപ്പോൾ ഇവർ പറഞ്ഞത് മുഴുവനും സത്യമാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റൂല, പിന്നെ കുട്ടികളെ കാണാൻ സമ്മതിക്കൂല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ കാണാതെ പോവില്ല എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ കുറേ കാത്തു നിന്ന് ഇവരെ കോമ്പൗണ്ടിലേക്ക് വന്ന് കണ്ട് അപ്പുറത്ത് ഗ്രൗണ്ട് ഉണ്ട് പ്രാക്ടീസിൻ്റെ, അത് കാണരുത്, ഇത് കാണരുത്, അവിടെയും പോകരുത്, ഇവിടെയും പോകരുതെന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് നിന്നത് ഇവിടുത്തെ. എൻ്റെ അടുത്ത് അതിൻ്റെ മുന്നേ ഒരു ടീച്ചർ പറഞ്ഞിരുന്നു വിളിച്ചിട്ട് ഇവിടെ വരാവുന്നില്ല. ഞാൻ ഇന്ന ദിവസം വരുമെന്ന് പറഞ്ഞതുകൊണ്ട് അവരത് വിശ്വസിച്ചു. പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ രാവിലെ ഇവിടെ എത്തിയതാണ്. ഈ ഹോസ്റ്റലിൽ ആൺകുട്ടികൾ കയറുന്നുണ്ട്, ഞങ്ങൾക്കൊരു സമാധാനമില്ല, എങ്ങനെയാണ് ഇതിനകത്ത് ജീവിക്കുക എന്നുള്ള. രാത്രി 12 മണിക്ക് ഇവർ കണ്ടതാണ്. പക്ഷെ അപ്പോൾ ഈ മാഡം പറഞ്ഞത് എന്താ, അത് ഇവിടെയുള്ള കുട്ടികളെന്ന്. എവിടുത്തെ കുട്ടികളായാലും ആൺകുട്ടികളും പെൺകുട്ടികളും അത് വേറെ തന്നെയല്ലേ. ഇവർ ഒരാവശ്യമില്ല. അത് ഞാൻ ചോദിച്ചപ്പോൾ അവർക്കൊരു നിസ്സാര കാര്യം, അവർ ചിരിക്കുക ചെയ്തത്. ഇവിടുത്തെ പ്രതികരണമാണ്. അതെ, ഉത്തരവാദിത്തമില്ല. ഒരു ഇവിടുത്തെ എന്താ പറയുക, ഹെഡ് ഓഫീസിൻ്റെ നമ്പർ പോലും ഈ മാഡത്തിന് അറിഞ്ഞുകൂടാ, വിജയശതമാനം അറിഞ്ഞൂടാ. അതൊക്കെ മറ്റ് ടീച്ചേഴ്സിനോട് ചോദിച്ചതാണ്. ഇങ്ങനെയുണ്ട് ഒരു സ്ഥാപനം, ഒരു ഉത്തരവാദിത്തം. ഹെഡ് ഓഫീസൊക്കെ എവിടെയാണെന്നാ പറയുന്നത്? കായംകുളം. ഞങ്ങളെ അവിടേക്ക് വിളിച്ചു ഈ പ്രശ്നം പറഞ്ഞിട്ട്. അവരാരും ഫോൺ എടുത്തോലും ഒരു റിയാക്ഷനും ഇല്ല അവർക്ക്. നിങ്ങൾ ഇവിടെ കുറച്ച് ദിവസം ഇവിടെ പഠിച്ചതാണ്. എന്താണ് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഏട്ടാ, വന്ന അന്ന് മുതൽ ഭയങ്കര ദയനീയമായ അവസ്ഥയാണ്. കാരണം വന്ന അന്ന് മുതൽ ഞങ്ങൾക്ക് ഉറക്ക് എന്ന് പറഞ്ഞൊരു സാധനമല്ലേ. ഈ 2 ആഴ്ച ഓരോ ദിവസം ഓരോ പ്രശ്നമാണ്. ഇങ്ങനെ സീനിയേഴ്സിൻ്റെ വകയും അല്ലാണ്ട് ബോയ്സ് ഹോസ്റ്റലിൽ കയറാം. ഒന്ന് ഡ്രഗ്സും ഒക്കെ ഉപയോഗിച്ചിട്ട് ഞങ്ങളെ ഹോസ്റ്റലിൽ കയറാം. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുക? രാത്രി 12 മണിക്ക്. അപ്പോൾ ഞങ്ങൾ ടോയ്ലറ്റിലൊക്കെ പോകുന്ന സമയമാണ്.
എന്നപ്പോൾ എങ്ങനെ മനസ്സമാധാനായിട്ട്. അപ്പോൾ അതുമാത്രമല്ല, ഇപ്പോൾ സീനിയേഴ്സിൻ്റെ വക ഇവിടെ കുറേ ആൾക്കാർ സൂയിസൈഡ് ചെയ്താൽ നിങ്ങളിവിടെ പഠിച്ചിട്ട് കാര്യമില്ല, ഇതാന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ പഠിച്ചിട്ട് വിജയ ശതമാനം ഒന്നുമില്ല, 85 കുട്ടികൾ പരീക്ഷ ചെയ്തിട്ട് 5 കുട്ടികളെ പാസ്സായിട്ടുള്ളൂ, അപ്പോൾ നിങ്ങൾ വെറുതെ വന്നതാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മെൻ്റലി ഹറാസ് ചെയ്യുന്നതാണ്. പിന്നെ ഇവിടുത്തെ വാർഡൻ്റെ അടുത്ത് നമ്മളിങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ തന്നെ മൂപ്പത്തി ഭയങ്കര റേസായിട്ടാണ് വർത്താനം പറയുക. മീൻസ് അതെ ഒരു കുട്ടീൻ്റെ അടുത്ത് പറയേണ്ട വർത്താനമല്ല പറയുക. അതിപ്പോൾ ക്യാമറ ഉള്ളതിനെ കൊണ്ട് പറയുന്നില്ല, അതുകൊണ്ട് മീൻസ് അത്രയും തെറി തന്നെ അത്രയും ഭയങ്കര ഇതില്ലാന്ന്. ഇവിടെ ടോയ്ലറ്റിൽ വെള്ളം ഉണ്ടാവാറില്ല. ഞങ്ങൾ 2-3 മണിക്കൂർ കാത്തു നിൽക്കണം വെള്ളം വരണേൽ. ആ വെള്ളം വന്നിട്ട് കുളിച്ച് മെസ്സിൽ പോയാൽ ഫുഡ് ഉണ്ടാകത്തില്ല. ഫുഡ് അപ്പോൾ അവർ പറയും ഫുഡിൻ്റെ ടൈം കഴിഞ്ഞ് ഇനി നാളെ തിന്നോ, ഇന്ന് പട്ടിണി കിടന്നു പറയും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പൈസ കൊടുക്കുന്നതല്ലേ, ഇവർ വെള്ളം അടിക്കാത്ത ഞങ്ങളെ കുറ്റമല്ലല്ലോ. ഈ പറയുന്ന രീതിയിലുള്ള ഡിഫൻസ് ട്രെയിനിങ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയോ ഇവിടെ വന്നിട്ട്? ഇല്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒന്നും കിട്ടി. ഞങ്ങളോട് പറഞ്ഞ് ഏത് മഴയാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് ട്രെയിനിങ് തരും, പക്ഷെ ഞങ്ങൾക്ക് ഒന്നും കിട്ടി. ഞങ്ങൾക്ക് ഗ്രൗണ്ട് പോലും ഒരു ദിവസം കാണിച്ചിട്ട് ഒരു 5 റൗണ്ട് ഓടിച്ചിട്ട് അങ്ങനെ കയറ്റി. +1 ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? ക്ലാസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അധികം ഫ്രീ പീരീഡാണ്. ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ഞങ്ങൾ ഒറ്റ പീരീഡാണ് വന്നിട്ടുള്ളൂ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെറുതെ പോയി കുത്തുന്നത്. ടീച്ചേഴ്സ് എവിടെയെന്ന് വെച്ചിട്ട് ടീച്ചേഴ്സൊക്കെ സ്റ്റാഫ് റൂമിൽ കുത്തിരിക്കുക. അതുപോലെ തന്നെ ഞങ്ങൾക്ക് LKG കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് 4 മണിക്കൂർ അത് പഠിക്കണം എന്ന് പറഞ്ഞിട്ട്. എന്താണ് പഠിപ്പിക്കുന്നത്? മറ്റേ അക്ഷരമാലയൊക്കെ ഇല്ലേ, അതൊക്കെ പഠിപ്പിക്കുന്നത്. +1 അഡ്മിഷൻ എടുക്കുമ്പോൾ വന്ന കുട്ടികളെ അക്ഷരമാല പഠിപ്പിക്കുക. അതാ പറഞ്ഞു, 10ാം ക്ലാസ് ഞങ്ങൾക്ക് 90% മാർക്ക് ഉണ്ട്. അതൊക്കെ പഠിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഇവർ ഇത് തന്നെ പഠിപ്പിക്കുന്നത്. കളിയാക്കണം ചോദിച്ചില്ല? ഞാൻ ചോദിച്ചായിരുന്നു, അപ്പോൾ ഇതൊക്കെ ആദ്യം പഠിക്കണം അങ്ങനെ ഇങ്ങനെയാണെന്ന് ചോദിച്ചിട്ട്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇവരിങ്ങോട്ട് റേസ് ആവും. പിന്നെ നമ്മൾ ക്ലാസ്സിൽ പോകുന്നതിന് പിറ്റേന്ന് അതിൻ്റെ ദേഷ്യത്തിൽ നമ്മളടുത്ത് പെരുമാറുക. ഈ സാറുമാർ വെള്ളം അടിച്ച് വന്നിട്ട് അങ്ങനെ തെറിയൊക്കെ പറയും. അത് ബോയ്സിന്റെ സാറുമാർ ഇവിടുന്ന് വെള്ളം അടിച്ച് വന്നിട്ട് സെക്യൂരിറ്റി എല്ലാവരും ഇവിടുന്ന് നല്ല ഇതായിരിക്കും. എന്നിട്ട് അവരെ പോയിട്ട് തെറിയെല്ലാം വിളിക്കുക. ട്രെയിനിൽ പോകുമ്പോൾ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ, അല്ല അച്ഛാ ഞാനിനി പോകില്ല. അങ്ങനത്തെ കുട്ടിക്ക് തന്നെ ഭയങ്കര മാനസികമായിട്ട് ഇതായിപ്പോയി. അങ്ങനത്തെ ഒരു ലെവലിലാണ്. ഹോസ്റ്റലിൽ രണ്ട് പൂട്ടാണ്. ഹോസ്റ്റലിൽ താഴെയും മുകളിലും പൂട്ടാണ്. പിന്നെ ഈ ഹോസ്റ്റലിൽ ആൺകുട്ടികൾ എങ്ങനെ കടന്നു, പെൺകുട്ടികളെ ഹോസ്റ്റലിൽ എങ്ങനെ കടന്നു, ഈ വാർഡന്മാരൊന്നും അറിയാണ്ട് കടക്കാൻ നിവൃത്തിയില്ലല്ലോ. അത് അപ്പോൾ അവരും കൂടി അതിന് കൂട്ട് നിന്നിട്ടാണല്ലോ ഇവരെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ അന്വേഷിക്കേണ്ടത് തന്നെയാണ് ശരിക്കും. അപ്പോൾ എന്തായാലും കുട്ടീനെ ഞാൻ എന്തായാലും പഠിപ്പിക്കുന്നില്ല. ഇനി അവിടെ നാട്ടിലേതെങ്കിലും സ്കൂളിൽ വിട്ടിട്ട് 1 കൊല്ലം പോയി എന്തായാലും. ഇവർ പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ചാൽ രാവിലെ കുട്ടികളെ എണീപ്പിച്ച് ഇവിടെ ട്രെയിനിങ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ട്രെയിനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ 15 ദിവസവും പിള്ളേർ എണീറ്റത് 8 മണിക്കും 9 മണിക്കും തന്നെ. പിന്നെ ട്രെയിനിങ് എന്ന് പറഞ്ഞ സംഭവമേ ഇവിടെ ചെയ്തിട്ടില്ല ഇത്രയും ദിവസമായിട്ട്. ഈ സ്ഥാപനത്തിൽ രാത്രികാലങ്ങളിൽ ലഹരി ഉപയോഗം അടക്കം നടക്കുന്നു. ലഹരി ഉപയോഗിച്ച ശേഷം ആൺകുട്ടികൾ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്ക് അതിക്രമിച്ചു കടക്കുന്നു. അത്തരം നിരവധി ആരോപണങ്ങളാണ് ഇവിടുത്തെ കുട്ടികൾ ഉന്നയിക്കുന്നത്. എന്താണെങ്കിലും ഇവിടെ തുടർന്ന് പഠിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് ഈ കുട്ടികളൊക്കെയും പറയുന്നത്. മാതാപിതാക്കളും അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇവിടെ അടച്ചിട്ടുള്ള ഫീസ് തിരികെ വാങ്ങിക്കൊണ്ട് പോകാനാണ് ഈ മാതാപിതാക്കളൊക്കെ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ സ്ഥാപനത്തിനെതിരെ ഉയരുന്നത്. മുൻപ് ഇവിടെ ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജ് എന്നൊരു സ്ഥാപനം നടന്നുകൊണ്ടിരുന്നതാണ്. ആ സ്ഥാപനം നിന്നുപോയതിനു ശേഷമാണ് ഈ കെട്ടിടം വാടകയ്ക്കെടുത്ത AFPT എന്ന പേരിൽ ഇവിടെ ഇത്തരത്തിലൊരു സ്ഥാപനം ആരംഭിച്ചത്. അതിനുശേഷം നിരവധി പരാതികൾ നാട്ടുകാരടക്കം ഈ സ്ഥാപനത്തിനെതിരെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ശക്തമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് മാതാപിതാക്കൾ ഉന്നയിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ ആരോമലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.